ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. നമോ നാരായണ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം ദ്വിതീയ ബ്രാഹ്മണം ശിശുബ്രാഹ്മണം. ഏത് മന്ത്രമാണ് ഇനി നമ്മൾ 3, 4 ആണല്ലേ? ഓക്കെ. തൃതീയ മന്ത്രം ചതുർത്ഥ മന്ത്രം ഒരുമിച്ച് പാരായണം ചെയ്യാം. നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്താൽ സന്തോഷമായിരുന്നു. നമുക്ക് 3, 4 മന്ത്രം ഒരുമിച്ച് പാരായണം ചെയ്യാം. എല്ലാവരും എടുക്കുക. മൈക്ക് ഓഫ് ചെയ്യുമോ? രേഖാമ്മയുണ്ടോ പെരുമ്പാവൂര്? മൈക്ക് ഓഫ് ചെയ്യുമോ? ഓക്കെ, നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. തൃതീയ മന്ത്രം. തദ്ദേശ ശ്ലോകോ ഭവതി അർവാങ് ബിലചമസഃ ഊർധ്വബുധ്നഃ തസ്മിൻ യശഃ നിഹിതം വിശ്വരൂപം തസ്യാ സദഹൃഷയഃ സപ്തതീരേ വാഗ് അഷ്ടമി ബ്രഹ്മണ സംവിധാന ഇതി. അർവാങ് ബില ചമസഃ ഊർധ്വബുധ്നഃ ഇതി ഇദം തത് ശിരഃ ഏഷഃ ഹി അർവാങ് ബിലഃ ചമസഃ ഊർധ്വബുധ്നഃ തസ്മിൻ യശഃ നിഹിതം വിശ്വരൂപം ഇതി. പ്രാണാവൈ യശഃ വിശ്വരൂപം പ്രാണാൻ ഏതാദ് ആഹ. തസ്യാ സദാ ഋഷയഃ സപ്തതീരേ ഇതി. പ്രാണാവാ ഋഷയഃ പ്രാണാൻ ഏതാദ് ആഹ. വാഗ് അഷ്ടമി ബ്രഹ്മണ സംവിധാന ഇതി. വാഗ് യത് അഷ്ടമി ബ്രഹ്മണ സംവിത്തേ. നാലാമത്തെ മന്ത്രം. ഇമാ ഏവ ഗോതമ ഭരദ്വാജൗ അയമേവ ഗോതമഃ അയം ഭരദ്വാജഃ. ഇമാ ഏവ വിശ്വാമിത്ര ജമദഗ്നിഃ അയമേവ വിശ്വാമിത്രഃ അയം ജമദഗ്നിഃ. ഇമാ ഏവ വസിഷ്ഠഃ കശ്യപാഃ അയമേവ വസിഷ്ഠഃ അയം കശ്യപാഃ. വാഗ് ഏവ അത്രിഃ വാചാ ഹി അന്നം അദ്യതേ അത്തിഃ. ഹ വൈ നാമഃ ഹ വൈ ഏതത് അത്രിഃ ഇതി. സർവസ്യ അത്താ ഭവതി സർവമസ്യ അന്നം ഭവതി യ ഏവം വേദ. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ദ്വിതീയോധ്യായം ദ്വിതീയ ബ്രാഹ്മണം ശിശുബ്രാഹ്മണം ഉപാസനാ പ്രകരണമാണെന്ന് നമ്മൾ കണ്ടു. പ്രഥമ മന്ത്രത്തില് ഉപാസനകള് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു. അത് നമ്മൾ കണ്ടു. അവിടെ ഉദാഹരണമായി ശിശു എന്ന നാമം കൊണ്ട് ഒരു പശുക്കിടാവിനെയാണ് സങ്കല്പിക്കാൻ പറഞ്ഞത്. പശുക്കിടാവിന് എങ്ങനെയാണോ മാതാവ് പ്രാധാന്യമായിട്ടുള്ളത്, അന്നം പ്രാധാന്യമായിട്ടുള്ളത്, വാസസ്ഥലം പ്രാധാന്യമായിട്ടുള്ളത്, അതുപോലെ തന്നെയാണ്
പ്രാണന് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ശരീരം ആവശ്യമാണ്. അതുപോലെ ശരീരം പ്രാണനാൽ മാത്രം നിലനിൽക്കില്ല, അതിന് പോഷണം നൽകണം, അതിന് അന്നം ആവശ്യമാണ് എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം ആരാണോ ഈ വിധം ഉപാസിക്കുന്നത് അവര് എന്തായിരിക്കും, അവർക്ക് സർവ്വ ഇന്ദ്രിയങ്ങളെയും ജയിക്കുവാനുള്ള കഴിവ് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. 7 ശത്രുക്കളെ ജയിക്കുമെന്നാണ് പറഞ്ഞത്. ആ 7 ശത്രുക്കൾ നമ്മൾ കണ്ടിരുന്നു, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെ. അതിനെ രണ്ടായി കുറച്ചും കൂടെ സൂക്ഷ്മമായി യാജ്ഞവൽക്യ മഹർഷി അതിനെ വിഭജിച്ചു തന്നു. 2 നേത്രേന്ദ്രിയങ്ങളും 2 ഘ്രാണേന്ദ്രിയം ഇത്യാദിയായി സപ്തഭ്രാതൃഭ്യ എന്ന് പറഞ്ഞ് കണ്ടു. അതിനുശേഷം നമ്മൾ ദ്വിതീയ മന്ത്രത്തിലെത്തി. ദ്വിതീയ മന്ത്രം ഏതെങ്കിലും ഒരു ഇന്ദ്രിയങ്ങളെ, എല്ലാം ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിട്ടേര്, ആ ഉപാസന കഴിഞ്ഞിട്ട് അടുത്തത് പറഞ്ഞു തരികയാണ്. എന്തായിരുന്നു? ചക്ഷുരേന്ദ്രിയം എന്ന ഇന്ദ്രിയം അല്ലെ. ചക്ഷു എന്ന ഇന്ദ്രിയത്തിനെ ഇവിടെ ആലംബനമാക്കിക്കൊണ്ട് ഉപാസന പറഞ്ഞു തന്നു. അവിടെ 7 ദേവതകൾ വസിക്കുന്നതായി ഉപാസിക്കൂ. ചക്ഷുവിൻ്റെ ഏതൊരു ഭാഗം കാണുമ്പോഴാണോ ഇന്ന ദേവതകൾ അവിടെ വസിക്കുന്നത് കൊണ്ടാണ് ഈ ഇന്ദ്രിയം ആ ഇന്ദ്രിയത്തിൻ്റെതായ സ്വധർമ്മം മുഴുവൻ ചെയ്യുന്നതും എന്ന് ഉപാസിക്കൂ എന്ന് പറഞ്ഞു. രുദ്രാദി ദേവതകളെ കുറിച്ച് പറഞ്ഞു. രുദ്രൻ, വരുണൻ, ആദിത്യൻ, അഗ്നി, ഇന്ദ്രൻ, പൃഥിവി, ദ്യൗ, അങ്ങനെ 7 ദേവതകളെ പറഞ്ഞു. 7 ഇരിപ്പിടങ്ങളായിട്ട് അവര് നമ്മുടെ ചക്ഷുരേന്ദ്രിയത്തിൽ വസിക്കുന്നുണ്ട്. അവയുടെ ധർമ്മങ്ങളെല്ലാം യഥാവിധി ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ ചക്ഷുരേന്ദ്രിയം കൊണ്ട് എൻ്റെ ധർമ്മങ്ങൾ ചെയ്യുന്നത്, അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 2ാം മന്ത്രം കഴിഞ്ഞു. ഇനി 3ാമത്തതിലേക്ക് പ്രവേശിക്കാം. 3ാമത്തെ മന്ത്രം തദ്ദേശ ശ്ലോകോ ഭവതി എന്ന് പറഞ്ഞ് ഒരു കൊട്ടേഷൻ തരികയാണ് യാജ്ഞവൽക്യ മഹർഷി. ആ കൊട്ടേഷൻ ഋഗ്വേദത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശ്ലോകോ ഭവതി എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ പഠിക്കുന്ന കൃഷ്ണ യജുർവേദ മന്ത്രമല്ല ഇത്. ഞാൻ കൃഷ്ണ യജുർവേദ മന്ത്രമല്ല പറയുന്നത്. ഞാൻ എവിടെ നിന്ന് ഋഗ്വേദത്തിൽ നിന്നും ഒരു ഉദ്ധരണി എടുത്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഉപാസന പറഞ്ഞു തരികയാണെന്ന് പറഞ്ഞ് യാജ്ഞവൽക്യ മഹർഷി 3-4 മന്ത്രം പറയുകയാണ്. 3ാമത്തെ മന്ത്രത്തിന്റെ തുടർച്ച തന്നെയാണ് 4ാമത്തെ മന്ത്രം. വളരെ ശ്രദ്ധിക്കണം. ഈ മന്ത്രങ്ങൾ കൊട്ടേഷൻസും കൂടെ ആയതുകൊണ്ട് നമ്മളുടെ എന്താ പറയുക സർക്കിളിലുള്ള കാര്യങ്ങളല്ല ഇതൊന്നും, കുറച്ച് സൂക്ഷ്മമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ഇരിക്കുക. അർവാങ് ബില ചമസഹ, 3ാമത്തെ മന്ത്രം ആദ്യം. അർവാങ് ബില ചമസഹ ഊർധ്വ ബുധ്നഃ തസ്മിൻ യശഃ നിഹിതം വിശ്വരൂപം. വാക്കുകൾ ശ്രദ്ധിക്കുക, അന്വയിക്കേണ്ടത് വീണ്ടും വീണ്ടും പറയുകയാണ്. പാരായണം ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും, അതിനു വേണ്ടിയാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണ് യാജ്ഞവൽക്യ മഹർഷി. നമ്മുടെ മനസ്സിൽ ഭാവന ചെയ്യുക. ഇവിടെ ഒരു സോമയാഗം നടക്കുകയാണ്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. സോമയാഗത്തിന് ഉപയോഗിക്കുന്ന മന്ത്രമാണ് ഋഗ്വേദ മന്ത്രത്തിൽ നിന്ന് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പം സോമയാഗം നടക്കുകയാണ്. അപ്പം യാഗം നടക്കുമ്പോൾ അനേകം ഹോമകുണ്ടങ്ങളുണ്ടല്ലേ. അപ്പം അനേകം ഹോമകുണ്ടങ്ങൾ ചിലപ്പോൾ 108 ഹോമകുണ്ടം കാണും, ചിലയിടത്ത് 54 ഹോമകുണ്ടമായിരിക്കും. അങ്ങനെ അനേകം ഹോമകുണ്ടങ്ങളിൽ അനേകം ഹൃദിക്കുകൾ ഇരുന്നു കൊണ്ട് ഒരേ സമയം ഒരേ സ്വരത്തിൽ മന്ത്ര ഉച്ചാരണം, വേദ ഉച്ചാരണം, ഹവിസ് ദർഭണം ഇത്യാദികളിലൂടെയാണ് യാഗമായി മാറുന്നത്. അപ്പോൾ ഒരു ഹോമാഗ്നിയാണെങ്കിൽ അത് യജ്ഞമായി മാറും, അനേകം ഹോമാഗ്നിയാണെങ്കിൽ അത് യാഗമായി മാറും അല്ലേ. അപ്പോൾ യാഗത്തിന് അതിന് ഇരട്ടി ഫലമാണ്. അപ്പം ഈ സോമയാഗം നടക്കുന്ന ഒരു ദേവഭൂമി നിങ്ങൾ മനസ്സിൽ ഭാവന ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. ആ യജ്ഞത്തിൽ സോമയാഗത്തിന് എന്താണ്, അതിന് ആദ്യം അഗ്നികുണ്ഡം വേണം. പിന്നെ എന്താണ്, ഈ സോമരസം നമ്മൾ പഠിച്ചിരുന്നല്ലോ, ഉപാസന പഠിച്ചപ്പോൾ ഗാർഗ്യൻ പറഞ്ഞില്ലേ ഞാൻ ചന്ദ്രനെയാണ് ഉപാസിക്കുക. അപ്പം നമ്മൾ ഉദാഹരണം ചന്ദ്രന്റെ ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ, സോമോ രാജ ഇതി ഇത്യാദി. അവിടെ സോമരസം എന്നത് പറഞ്ഞിരുന്നു.
സോമരസം എന്നത് ശ്രദ്ധിക്കണേ, നമ്മളിതൊന്നും കണ്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇത് പുതുമയായ കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സോമയാഗം നടക്കുകയാണ്. അപ്പോൾ സോമയാഗം നടക്കുമ്പം സോമയാഗത്തിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഹവിസ് എന്ന് വെച്ചാൽ അർപ്പിക്കുന്നത്. ആ യാഗ അഗ്നിയിലേക്ക്, ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കുന്നതിനെയാണ് ഹവിസ് എന്ന് പറയുന്നത്, അല്ലേ? നെയ്യ് അർപ്പിക്കുന്നു, മറ്റു പലതും ദ്രവ്യങ്ങൾ അർപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ സോമയാഗത്തിന് അർപ്പിക്കുന്ന ഹവിസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായതും സോമരസം എന്ന ഹവിസാണ്. സോമരസം എന്ന് വെച്ചാൽ സോമം എന്ന ഒരു പേരായ ഔഷധ സസ്യമുണ്ട്. ആ ഔഷധ സസ്യത്തിൻ്റെ നീര് വളരെ വിധിപ്രകാരം ആ നീരെടുത്തുകൊണ്ട് വന്ന് അതിനെ മന്ത്രമുഖരിതമാക്കി ആ നീരിനെ പവിത്രീകരിച്ച് ശുദ്ധമാക്കി അത് പ്രത്യേകമായ ഒരു ചമസ്സെന്ന് വെച്ചാൽ നമ്മൾ ഈ യാഗത്തിലേക്ക് അല്ലെങ്കിൽ ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കുവാൻ എന്ത് ഹവിസാണോ അർപ്പിക്കുന്നത് ആ ഹവിസ് ഇട്ട് വെക്കുന്ന പാത്രത്തിനെയാണ് ചമസ്സെന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ചമസ്സുകൾ. അത് ഗണപതി ഹോമമൊക്കെ ചെയ്യുമ്പോൾ ഒരു നീളമുള്ള സാധനമില്ലേ, അതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യാണ് ഹോമകുണ്ഡത്തിലേക്ക് അർപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സോമയാഗം ചെയ്യുമ്പോൾ വലിയ ചമസ് വേണം. അപ്പം അത് ചിന്തിക്കുക. ആ ചമസ്, ആ പാത്രത്തിൽ എന്താണ്? സോമരസമാണ്. സോമരസം എന്താണ്? സോമസസ്യത്തിൻ്റെ പവിത്രീകരിച്ച ദ്രവ്യം, അല്ലേ? ആ പാനീയമാണ്. അപ്പം അതിനെയാണ് എന്തിന്? സോമയാഗത്തിനായിട്ട് ഹവിസായിട്ട് അർപ്പിക്കുന്നത്. അപ്പം ആ സോമരസം അതാണ് അർവാം വില ചമസഹ ഊർധഹ തസ്മിൻ യശഃ വിശ്വരൂപം. അതായത് ഈ യാഗത്തിനായി ഉപയോഗിക്കുന്ന ചമസ്, ഈ പാത്രം എങ്ങനെ വെച്ചിരിക്കുന്നു? മേൽ കീഴായി വെച്ചിരിക്കുകയാണ്. സാധാരണ നമ്മൾ പാത്രം എങ്ങനെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന പോലെയല്ല. ഇവിടെ ഇവർ പറയുന്നു ഊർധ്വബുദ്നഃ തസ്മിൻ യശഃ നിഹിതം വിശ്വരൂപം. അതായത് മേൽ കീഴായിട്ട് യാഗകുണ്ഡത്തിലേക്ക്. അതായത് നമ്മൾ എങ്ങനെയാ, ഒരു പാത്രമുണ്ട് നമ്മുടെ കയ്യിൽ, നമ്മൾ അതിനെങ്ങനെയല്ലേ ഒഴിക്കുക? അതിനെ തല തിരിച്ചുകൊണ്ടല്ലേ, എങ്കിലല്ലേ അതിലേക്ക് വീഴുകയുള്ളൂ. നേരെ ഇങ്ങനെ പാത്രം പിടിച്ചാൽ എങ്ങനെ ഒഴിക്കാൻ സാധിക്കും? അതിനൊന്ന് ശരിക്കണം, അല്ലേ? അതല്ലേ സാധാരണ നമ്മൾ അരി ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ യാഗകുണ്ഡത്തിലേക്കും ഈ സോമരസം വീഴണമെങ്കിൽ എന്താണ്? മേൽ കീഴായിട്ട് ഒഴിക്കുകയാണ്. അപ്പം ഈ സോമരസം എന്താ? ഈ ചമസിൽ നിന്ന്, ഈ പാത്രത്തിൽ നിന്ന് യാഗാഗ്നിയിലേക്ക് വീഴുകയാണ്. അതാണ് പറയുന്നത്. ഒറ്റ വാക്ക് പോയേ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മേൽ കീഴായിട്ട് ഈ യാഗകുണ്ഡത്തിലേക്ക് തല കീഴായി കമഴ്ത്തിക്കൊണ്ട് ഈ ചമസ്, ഈ പാത്രം, സോമരസം ഇരിക്കുന്ന പാത്രം സോമയാഗത്തിലേക്ക് അർപ്പിക്കുകയാണ്. അപ്പം ആരാണോ ഈ സോമയാഗത്തിൽ ഈ സോമരസം ഈ സോമയാഗകുണ്ഡത്തിലേക്ക് അർപ്പിക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് സോമയാജി. സോമയാജി എന്ന് അവരെ വിളിക്കും. അതായത് യജമാനൻ, ആ യാഗ യജമാനൻ. യജമാനൻ സാധാരണ നമ്മൾ യജമാനൻ എന്നാണ് വിളിക്കുക. ഇവിടെ എന്താ വിളിക്കുന്നത്? സോമയാജി. ആരാണോ ഇത് അർപ്പിക്കുന്നത്, ആ ഹവിസിനെ ചമസിലൂടെ സോമരസത്തിനെ അർപ്പിക്കുന്നത്, ആ ഹവിസ് അർപ്പിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് സോമയാജി എന്ന്. ഈ സോമയാജി സോമയാഗം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? യശഃ നിഹിതം വിശ്വരൂപം. അത് ഫലശ്രുതിയാണ് കേട്ടോ. ഈ സോമയാഗം ചെയ്യുന്ന സോമയാജിക്ക് കിട്ടുന്ന ഫലമാണ് യാജ്ഞവൽക്യ മഹർഷി. ഒരുപാട് മന്ത്രങ്ങളുണ്ട്. അദ്ദേഹം വളരെ ഷോർട്ടാക്കി മാത്രമേ പറയുന്നുള്ളൂ. അപ്പം അത് ഫലശ്രുതിയെ തുടർന്ന് യശഃ നിഹിതം വിശ്വരൂപം എന്ന് പറയുന്നത് ഫലശ്രുതിയാണ്. അതായത് അവർ ഈ സോമയാജി, ആര് സോമയാഗം ചെയ്യുന്നുവോ അവരെന്താണ്? സോമയാജിയായി മാറും. ആ സോമയാജിക്ക് എന്താണ്? യശഃ. യശഃ എന്ന് വെച്ചാൽ സത്കീർത്തി എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന് എന്നും സത്കീർത്തി ഉണ്ടാകും.
നിഹിതം വിശ്വരൂപ, അതായത് ഈ വിശ്വമുള്ളിടത്തോളം കാലം, ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചെന്ന് വെച്ചു, എങ്കിലും എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്നും നിലനിൽക്കും എന്ന് പറയുകയാണ്. അതാണ് ഫലശ്രുതി പറയുന്നു. സോമയാഗം ചെയ്യുന്നത് വളരെ വളരെ പ്രയാസകരമാണ്. അദ്ദേഹം ആദ്യം എന്താണ്, സന്ധ്യാവന്ദനം ചെയ്യണം കാലങ്ങളോളം. എന്നാണോ ഉപനയനം കഴിയുന്നത്, ആ ഉപനയനം അന്ന് മുതൽ കാലങ്ങൾ ഇത്ര നാഴിക ഇത്ര വിനാഴികയോളം സന്ധ്യാവന്ദനം അനുഷ്ഠിക്കണം. അത് കാലങ്ങൾ, വർഷങ്ങൾ സന്ധ്യാവന്ദനം അനുഷ്ഠിക്കണം. പിന്നെ അദ്ദേഹം വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കുന്ന അന്ന് മുതൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ യജമാന പത്നിയും എന്ത് ചെയ്യണം, എന്നും നിത്യ അഗ്നിഹോത്രി എന്നാണ് വിളിക്കുക അവരെ. നിത്യവും അഗ്നിഹോത്രം ചെയ്യണം. അതായത് എന്നും വീട്ടിൽ രാവിലെ ഹോമം ചെയ്തിട്ട് അന്ന് തുടങ്ങാവൂ അവരുടെ ദിവസം. അത് വിവാഹത്തിൻ്റെ ആ അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്യണം. ആ അഗ്നി ഉപയോഗിച്ച് പത്നിയും പതിയും വന്ന് ചെയ്യണം. വർഷകാലങ്ങൾ അഗ്നിഹോത്രം ചെയ്യണം. ആ അഗ്നി അടുത്ത പുത്രനുണ്ടായിരിക്കണം അവർക്ക്. ആ പുത്രന് കൈമാറണം. ആ പുത്രൻ്റെ പത്നിയുമായിട്ട് അഗ്നിഹോത്രം തുടരണം. അങ്ങനെ തലമുറകൾ തുടരണം. അങ്ങനെയുള്ളവർക്ക് സോമയാഗം ചെയ്യാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് കേട്ടോ. കർമ്മകാണ്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അതിൽ ഒരുപാട് വിധി നിഷേധങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത് അയാൾ എന്തായിരിക്കണം, സന്ധ്യാവന്ദനം ചെയ്യണം. പിന്നെ നിത്യാഗ്നിഹോത്രം ചെയ്യണം. അത് കഴിഞ്ഞ് അദ്ദേഹം നിത്യാഗ്നിഹോത്രം ചെയ്ത് പുത്രനുണ്ടായതിന് ശേഷം പുത്രൻ അത് കൈമാറണം. അതിനുശേഷം ഇദ്ദേഹം വാചസ്പതി എന്ന് പറഞ്ഞ ഒരു യാഗമുണ്ട്. വാജ്പേയി എന്നും പറയും അതിന്. നിങ്ങൾ വാജ്പേയി കേട്ടിട്ടില്ലേ? എങ്ങനെയാണ് അദ്ദേഹത്തിന് വാജ്പേയി എന്ന് പേര് വന്നത്? വാജ്പേയി അറിയാം നിങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ കുടുംബം വാജ്പേയി യാഗം നടത്തി. ആ കുടുംബത്തിൻ്റെ തലമുറയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം സർനെയിമായിട്ട് കിട്ടിയതാണ് വാജ്പേയി എന്ന്. വാജ്പേയി എന്ന് പറഞ്ഞാൽ മഹായാഗമാണത്. അപ്പം ആ യാഗം ചെയ്യണം. അതിനുശേഷം ആ യാഗം പൂർത്തീകരിച്ച് അതിൻ്റെ ഫലം കണ്ടതിന് ശേഷമേ സോമയാഗത്തിന് പുറപ്പെടാൻ സാധിക്കും. എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന്. ജസ്റ്റ് കഥ കേൾക്കുന്ന പോലെ കേട്ടോളൂ. അപ്പം ഇത്രയൊക്കെയാണ് സോമയാഗത്തിൻ്റെ ചെറിയ കാര്യങ്ങൾ പറയുന്നത്. ഇതിലും കോംപ്ലിക്കേറ്റഡ് ആണിത്. അപ്പോൾ ഇത്രയും ചെയ്യണം. അങ്ങനെ സോമയാഗം ചെയ്ത് സോമയാഗം പൂർത്തീകരിച്ചാലേ ഇയാളെ സോമയാജി എന്ന് വിളിക്കുകയുള്ളൂ. പൂർത്തീകരിക്കാൻ അനേകം വിഘ്നങ്ങളുണ്ടാകും സോമയാഗത്തിന്. പിന്നെ ഒരുപാട് ഹൃദ്ദിക്കുകൾ വേണം, ഒരുപാട് ഹവിസുക്കൾ വേണം, അനേകം ദിവസങ്ങൾ നീണ്ടത്. ചിലപ്പോൾ 21 ദിവസമായിരിക്കും, ചിലപ്പോൾ 54 ദിവസമായിരിക്കും, ചിലപ്പോൾ 108 ദിവസമായിരിക്കും. ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മമാണത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് സോമയാഗം ചെയ്താൽ എന്താണ്, അദ്ദേഹത്തിന് യശസ്സാണ് ഫലം. അത് പറഞ്ഞു. ഇനി നമുക്ക് മടങ്ങി വരാം മന്ത്രത്തിലേക്ക്. അങ്ങനെ അപ്പോൾ ആ സോമയാഗ ഭൂമി മനസ്സിൽ ചിന്തിക്കുക. സോമയാജി ഇരുന്ന് സോമയാഗം ചെയ്യുന്നു. തസ്യാ സദ ഋഷയഃ സപ്തതീരേ വാക് അഷ്ടമി ബ്രഹ്മണ സംവിധാന ഇതി. തസ്യാ സദ ഋഷയഃ സപ്തതീരേ വാക് അഷ്ടമി ബ്രഹ്മണ സംവിധാന ഇതി. എന്നിട്ട് ഈ യാഗകുണ്ഡം ഉണ്ടല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക്. ആ സോമയാഗം നടക്കുന്ന ആ യാഗകുണ്ഡത്തിൽ, ആ അഗ്നികുണ്ഡത്തിൽ എന്താണ്, അതിൻ്റെ മുന്നിലായിട്ട് സപ്ത ഋഷയ 7 ഋഷികൾ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. അതായത് സ്ഥൂലമായിട്ട് ഇവർ വരുമെന്നല്ല. ഇപ്പോഴത്തെ കാലത്ത് ഒരു മഹർഷിയെ പോലും കാണാനില്ല. ഇത് പണ്ട് ത്രേതായുഗത്തിൽ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞതാണ്. അന്നുണ്ടായിരുന്നു ഇവരൊക്കെ. അപ്പം അവരെയൊക്കെ ക്ഷണിക്കണം. ഇവരെല്ലാം അനുകൂലമായിട്ട് വരണം. അതിൻ്റെ ദക്ഷിണ തന്നെ അനേകം റുപ്യയാകും, ദക്ഷിണ കൊടുത്ത് തന്നെ. അപ്പോൾ ഈ 7 മഹർഷിമാരെ വിളിച്ചിരിക്കുകയാണ് ഈ സോമയാജി, ഈ സോമയാഗം നടത്താനായിട്ട്. അപ്പം ആ ഋഷികൾ സപ്ത ഋഷയ തീരേ എന്ന് വെച്ചാൽ ഓരോ
ഹോമകുണ്ടം നിങ്ങൾക്കറിയില്ലേ, ചതുരത്തിലുള്ള, അതിൻ്റെ 4 ഭാഗത്ത് ഇവരെ ഇരുത്തിയിരിക്കുകയാണ്, 7 ഋഷികളെ ഇരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു സ്ഥലത്ത് ഒരാൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വാഗ് അഷ്ടമി ബ്രഹ്മണ, ഒരാളെ കൂടെ വാഗ് ദേവതയെ കൂടെ ഇരുത്തി അവിടെ. അതാണ് ആ മന്ത്രത്തിൻ്റെ സാരം, ആ ഭാഗത്തിൻ്റെ സാരം. അപ്പോൾ ഈ ഹോമകുണ്ടം കൊണ്ട് 7 മഹർഷികൾ ഇരിക്കുന്നു. ഈ 2 പേര് വെച്ചായിരിക്കുന്നത്. ഒരു സ്ഥലത്ത് 2 പേരിയ്ക്കുന്നു, മറ്റേ അറ്റത്ത് അല്ലെ കിഴക്ക് ഭാഗത്ത് 2 പേര്, പടിഞ്ഞാറ് ഭാഗത്ത് 2 പേര്, തെക്ക് ഭാഗത്ത് 2 പേര്, വടക്ക് ഭാഗത്ത് ഒരാളേ ഉള്ളൂ. അപ്പോൾ സപ്തമായില്ലേ, 7 ആയില്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളെ കൂടെ വാഗ് അഷ്ടമി, വാഗ് ദേവതയെ കൂടെ ഇരുത്തി. അങ്ങനെ 8 പേര് ഈ ഹോമകുണ്ടത്തിന് ചുറ്റും ഇരിക്കുകയാണ്. ഇനി 8 പേരുടെ പേരാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. 4ാമത്തെ മന്ത്രത്തിൽ പറയുന്ന ആ പേരുകൾ നിങ്ങൾ ശനി ഞായറും അവധി കിട്ടുമ്പോൾ ഇത് റെക്കോർഡ് ഒന്നുകൂടെ കേട്ടിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ കഥ മാത്രം കേട്ടാൽ മതി. അപ്പോൾ ഈ 7 പേരുടെ പേരാണ് അടുത്ത മന്ത്രത്തിലുള്ളത്. അതായത് ഒരു ഭാഗത്തിരിക്കുന്ന 2 പേരും, ഒന്ന് ഗോതമനും ഭരദ്വാജനും. ഇവരൊക്കെ ത്രേതായുഗത്തിൽ ഉണ്ടായിരുന്ന മഹാത്മാക്കളാണ്, മഹർഷിമാർ. അപ്പോൾ അവരെ ഈ ഹോമകുണ്ടത്തിൽ സോമയാജി എന്ത് ചെയ്തു, ഈ ഹോമകുണ്ടത്തിൻ്റെ ഒരു ഭാഗത്ത്, ഒരു വശത്ത് അല്ലെ ഒരു ദിക്കിൽ അവരെ ഇരുത്തി. അടുത്ത ദിക്കിൽ വിശ്വാമിത്രൻ, ജമദഗ്നി എന്നു പേരായ 2 മഹർഷിമാരെ അവിടെ ഇരുത്തി. ഇനി അടുത്ത 3ാമത്തെ ദിക്കിൽ വസിഷ്ഠൻ, കശ്യപൻ എന്ന് പോയ വസിഷ്ഠ മഹർഷിയെയും കശ്യപ മഹർഷിയെയും അവിടെ ഇരുത്തി. അപ്പം 3 ദിക്കായി. ഇനി 4ാമത്തെ ദിക്കിൽ അത്രി മഹർഷിയെ ഇരുത്തി. അപ്പോൾ അത്രി മഹർഷിക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്, അത്തി എന്നൊരു പേരും കൂടെയുണ്ട്. അത്രി മഹർഷിയെ അവിടെ ഇരുത്തി. അത്രി മഹർഷി ഒറ്റയ്ക്കായതുകൊണ്ട് എന്ത് ചെയ്തു, വാഗ്ദേവതയെ സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടം അവിടെ കൊടുത്തു. ദേവത സൂക്ഷ്മമാണ്. യാഗം നടക്കുമ്പോൾ ഋഷികളൊക്കെ അടുത്ത് വന്നിരിക്കും, ദേവതകൾ സ്ഥൂല ശരീരം കൊണ്ട് അടുത്ത് വന്നിരിക്കില്ല. അപ്പോൾ എന്താണ്, വാഗ്ദേവതയെ അവിടെ സങ്കല്പിച്ച് ഒരു പീഠം കൊടുത്തു. അങ്ങനെ അവർ ഇരുത്തി. അപ്പോൾ 8 പേരായി അല്ലേ. ആരൊക്കെയാണ്? ഗോതമ, ഭരദ്വാജൻ, പിന്നെ വിശ്വാമിത്രനും ജമദഗ്നിയും. ജമദഗ്നി നിങ്ങൾക്ക് അറിയാമായിരിക്കും, പരശുരാമ മഹർഷിയുടെ പുത്രനാണ് ജമദഗ്നി. വിശ്വാമിത്ര മഹർഷിയെ അറിയാം, വസിഷ്ഠ മഹർഷിയുടെ ശിഷ്യൻ. വിശ്വാമിത്രൻ, ജമദഗ്നി, പിന്നെ വസിഷ്ഠ മഹർഷി, കശ്യപ മഹർഷി അടുത്ത സ്ഥലത്ത്. ലാസ്റ്റ് ദിക്കിൽ 4ാമത്തെ ദിക്കിൽ അത്രി മഹർഷി. വെറുതെ കേട്ടാൽ മതി കേട്ടോ, പിന്നീട് എഴുതാം ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇത്രയും പേര് ഇരുന്നു. അത്രി മഹർഷിയോടൊപ്പം വാഗ്ദേവതയും കൂടെ സങ്കല്പിച്ച് ഇരുത്തി. അതാണ് ഇവിടെ തസ്യ ഋഷയഃ സപ്തതീരേ വാഗഷ്ടമി ബ്രഹ്മണ സംവിധാന ഇതി എന്ന വാക്കിൻ്റെ അർത്ഥം അത്രയാണ് കേട്ടോ. അപ്പോൾ ഈ 7 പേരും വാഗ്ദേവതയും കൂടെ ഇരിക്കുന്നു. ഇനി ഈ 7 പേരെ നമ്മൾ ഇരുത്തുന്നത് എന്തിനെന്ന് വെച്ചാൽ, നമുക്ക് 7 ഇന്ദ്രിയങ്ങളെ വിജയിക്കുവാനായി ഈ മഹർഷിമാരുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ഒന്നുകൂടെ പറയാം, ഈ 7 ഋഷികളെ സങ്കല്പിച്ചിരുത്തിയത്, ഈ യാഗകുണ്ടത്തിൻ്റെ 4 വശത്തായിട്ട് 7 പേരെ സങ്കല്പിച്ചിരുത്തിയത് നമുക്ക് 7 ഇന്ദ്രിയങ്ങളെ വിജയിക്കുവാനുള്ള ഋഷിമാരുടെ അനുഗ്രഹത്തിനായിട്ടാണ്. അപ്പോൾ ഈ ഗോതമ ഭരദ്വാജന്മാർ ഒരു വശത്തിരുന്നല്ലോ, ഒരു ദിക്കിലിരുന്നല്ലോ. ഇവിടെ ഏത് ദിക്കെന്നൊന്നും പറയുന്നില്ല, അത് നമ്മൾ സോമയാഗം ചെയ്യണം, ഋഗ്വേദം പഠിക്കണം, എന്നാലേ അതൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ദിക്കൊന്നും പറയുന്നില്ല, ഭഗവാൻ ഭാഷ്യകാരനും ഭാഷ്യത്തിൽ അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഒരു ദിക്കിൽ ആരിയ്ക്കുന്നു? ഗൗതമനും ഭരദ്വാജനും. അവരെ സങ്കല്പിച്ച് അവിടെ ഇരുത്തിയത് നമുക്ക് 2 ശ്രോത്രേന്ദ്രിയങ്ങളെ വിജയിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ്. അപ്പോൾ എഴുതിക്കോളൂ. ഒരിങ്ങനെ നിങ്ങളൊരു ചതുരം വരച്ചിട്ട് ഹോമകുണ്ടം വെറുതെ ഇങ്ങനെ വരയ്ക്കുക, ചിത്രം വരയ്ക്കുക. അപ്പം അതിൻ്റെ ഒരു ഭാഗത്ത് ഏറ്റവും മുകളിൽ 2 ശ്രോത്രേന്ദ്രിയം. അവിടെ ആരാണ്? ആ ശ്രോത്രേന്ദ്രിയങ്ങൾക്ക് അടിസ്ഥാന ദേവതയായിട്ട് ആരെ ഇരുത്തി?
ഗോതമനെയും ഭരദ്വാജ മഹർഷി, ഗോതമ മഹർഷിയെയും ഭരദ്വാജ, ഇതൊക്കെ നമ്മൾ മുണ്ടകത്തിൽ പഠിച്ചതാണ്. മുണ്ടകത്തിൽ ഇവരുടെയൊക്കെ പേര് ഗോതമ, ഭരദ്വാജൻ എന്നൊക്കെ കണ്ട മഹർഷിമാർ, ത്രേതായുഗത്തിൽ ഉണ്ടായിരുന്ന മഹാത്മാക്കൾ, അത്രയും ഓർത്താൽ മതി ബേസിക്കായിട്ട്. അപ്പം അവരിയ്ക്കുകയാണ്. എന്താണ്? 2 ശ്രോത്രേന്ദ്രിയങ്ങളെ വിജയിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി ഈ സോമയാഗത്തിൽ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ അടുത്ത ഭാഗത്ത്, അപ്പോൾ ഒരു ഭാഗത്ത് ഒരു ദിക്കിൽ ഗൗതമ ഭരദ്വാജൻ ഇരിക്കുന്നു, അതിൻ്റെ നേരെ മറുഭാഗത്ത് 2 ചക്ഷുരേന്ദ്രിയങ്ങളെ വിജയിക്കുവാനായിട്ട് അവിടെ ആരിയ്ക്കുന്നു? വിശ്വാമിത്ര മഹർഷിയും ജമദഗ്നി മഹർഷിയും ഇരിക്കുകയാണ്. നിങ്ങളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ ഇവരെ, അല്ലാണ്ട് ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ പറ്റില്ല. അപ്പം ഭാവനയാണ് പറ്റുന്നത്. അപ്പോൾ 2 ശ്രോത്രേന്ദ്രിയങ്ങൾക്ക് ഗോതമനും ഭരദ്വാജനും, 2 ചക്ഷുരേന്ദ്രിയ കണ്ണിന്, നമ്മളുടെ കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയത്തിനെ വിജയിക്കുവാനായിട്ട് ഈ മഹർഷിമാരുടെ സാന്നിധ്യം അവരവിടെ ഉണ്ടെന്നുള്ള ഭാവന ചെയ്യുക അല്ലേ. അവരവിടുന്ന് സോമയാഗം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? അവർക്ക് വേണ്ടിയല്ല. ആരാണ് സോമയാഗം ചെയ്യുന്ന ആ സോമയാജിക്ക് വേണ്ടി, അദ്ദേഹത്തിന് തൻ്റെ ഇന്ദ്രിയങ്ങളെ വിജയിക്കുവാൻ വേണ്ടി. അപ്പോൾ അവിടെ വിശ്വാമിത്രനും ജമദഗ്നി ഇരിക്കുക. ഇനി മൂന്നാമത്തെ ദിക്കിൽ 2 ഘ്രാണേന്ദ്രിയങ്ങളെ, ഘ്രാണേന്ദ്രിയം അറിയാലോ, നാസിക, 2 ഘ്രാണേന്ദ്രിയങ്ങളെ വിജയിക്കുവാനായിട്ട് അവിടെ ആരിരുന്ന് ഹോമം ചെയ്യുന്നു? വസിഷ്ഠ മഹർഷിയും കശ്യപ മഹർഷിയും. അപ്പം മൂന്നാമത്തെ ദിക്കിൽ വസിഷ്ഠ മഹർഷിയും കശ്യപ മഹർഷിയെയും ഇരുത്തുക, പ്രതിഷ്ഠിക്കുക അല്ലേ. അപ്പം 3 കോണായി. ഇനി ചതുർത്ഥം, 4ാമത്തെ ദിക്കിൽ ആരാണ്? അത്രി മഹർഷി. അത്രി മഹർഷി എന്തിനാണ്? രസനേന്ദ്രിയത്തിനെ, നമ്മുടെ രസനേന്ദ്രിയത്തിനെ നിയന്ത്രിക്കുവാനായിട്ട്. അപ്പം ശ്രോത്രമായി, ചക്ഷുവായി, നാസികയായി, ഘ്രാണമായി, രസനമായി അല്ലേ. അത്രി മഹർഷി അവിടെ ഇരിക്കും. ഇനി നമ്മൾക്ക് ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ മാത്രം നിയന്ത്രിച്ചിട്ട് കാര്യമില്ല. അതായത് ഏറ്റവും പ്രയാസം നിയന്ത്രിക്കുവാനായിട്ട് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ശ്രോത്രം, ചക്ഷു, ഘ്രാണം, രസനം, ഇതൊക്കെ ജ്ഞാനേന്ദ്രിയാണല്ലോ അല്ലേ. ഇതിനെ നിയന്ത്രിക്കാനായിട്ടാണ്. ഇനിയും കർമ്മേന്ദ്രിയങ്ങളിൽ 5 പേരിൽ ഏറ്റവും പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും പ്രയാസം നിയന്ത്രിക്കുക എന്നുള്ളത് വാഗേന്ദ്രിയത്തിനെയാണ്. നമ്മുടെ വാക്കിനെ അടക്കാൻ അല്ലേ. വായിൽ നിന്നൊരു വാക്ക് വീണാൽ പിന്നെ അത് തിരിച്ചെടുക്കാനാവില്ല, നമുക്കൊക്കെ അറിയാം. ഏറ്റവും വലിയ വേദന വാക്കുകളാണ് അല്ലേ. വാക്ക് അഗ്നിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാക് യജ്ഞേന കൽപ്പത അല്ലേ. വാക്കെന്ന് പറയുന്ന അഗ്നിയാണെന്ന്. അപ്പം അത്രയും എന്താ പറയുക, ഷാർപ്പാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം വാക്കിനെയും കൂടെ നിയന്ത്രിക്കണം. കർമ്മേന്ദ്രിയങ്ങൾ ബാക്കി ആരും അത്ര പ്രശ്നക്കാരില്ല അല്ലേ. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ഇത്രയും പ്രശ്നമില്ല. ആരാണ്? ഒന്നാമതായിട്ട് വാഗേന്ദ്രിയമാണ് നിയന്ത്രിക്കുവാൻ ദുഷ്കരം. അതുകൊണ്ട് എന്ത് ചെയ്തു? അത്രി മഹർഷി ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ട് അത്രി മഹർഷിയോടൊപ്പം വാഗ്ദേവതയെ കൂടെ സങ്കല്പിച്ച് അവിടെ ഇരുത്തി. അപ്പം അങ്ങനെ 8 പേരായി ഹോമകുണ്ടത്തിൻ്റെ 4 ഭാഗത്തും അല്ലേ. അതാണ് ഈ പറയുന്നത് തസ്യാഋഷയ സപ്തത്തീരേ വാകഷ്ടമി ബ്രഹ്മണ സംവിധാന എന്ന്. അപ്പോൾ ഈ 7 ഋഷികളുടെ പേര് അടുത്തതിൽ നമുക്ക് കാണാം. ഇനി ബാക്കി മടങ്ങി വരാം. ശ്രദ്ധിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കണം. ഇത് കർമ്മകാണ്ഡ ആയതുകൊണ്ട് പ്രയാസമാണ് മനസ്സിലാക്കുവാൻ. അർവാങ് ബില ചമസഹ ഊർധ്വബുധ്നഃ ഇതി ഇതം തദ് ശിരഃ ഏഷഃ ഹി അർവാങ് ബില ചമസഹ ഊർധ്വബുധ്നഃ തസ്മിൻ യശോ നിഹിതം വിശ്വരൂപം ഇതി. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുകയാണ്. അതായത് ആ സോമയാഗം, ആ ചമസ്, അതിൽ സോമരസം ഉണ്ടായിരിക്കണം ആ പാത്രത്തിൽ. ആ സോമരസം സോമ യാഗാഗ്നിയിലേക്ക് നിങ്ങൾ മന്ത്രമുഖരിതമായി അതിനെ അർപ്പിക്കുക. ആര്? സോമയാജി എന്ന ആൾ അത് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്താ ഫലം? യശഃ നിഹിതം വിശ്വരൂപം. അദ്ദേഹത്തിൻ്റെ ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കീർത്തി
അല്ലേ? പണ്ടൊക്കെ ക്ഷത്രിയന്മാർ ചെയ്തിരുന്നതല്ലേ, രാജാക്കന്മാരൊക്കെ ചെയ്തിരുന്നതാണ്. ഛത്രപതി ശിവജി മഹാരാജൻ്റെ രാജവംശമൊക്കെ ഇത് ചെയ്തിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. അനേകം പേര്, രാജരാജ ചോഴന്മാർ, തമിഴ്നാട്ടിലുള്ള ഇവരൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇന്നും അവരുടെ യശസ് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പം അത്രയും ഗംഭീരമാണ്, അല്ലെങ്കിൽ അത്രയും കേമമാണ് ഈ സോമയാഗം എന്ന് പറയുന്നത്. അപ്പം അത് ചെയ്താൽ ഇതാണ് ഫലമെന്ന് വീണ്ടും പറയുന്നു. യശഃ നിഹിതം, ഭഗവാൻ ശങ്കരാചാര്യസ്വാമി പറയാണ്, നാനാവിധ യശഃ എന്ന്. സത്കീർത്തി മാത്രമല്ല, നമ്മൾ ആദ്യം പറഞ്ഞു സത്കീർത്തി എന്ന് പറയുന്നു അല്ലേ, അത് മാത്രമല്ല രണ്ടാമത് പറയുന്നു നാനാവിധ യശഃ എന്ന്. അതായത് പശു, ബഹുപുത്ര ലാഭം, ശതസംവത്സരം, ദീർഘായു ഇത്യാദി 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 വിവിധങ്ങളായ കീർത്തികളും സമ്പത്തുകൾ ഇത്യാദി യശസ്സുകൾ അവരെ തേടി വരും എന്ന് പറയുന്നു. അതിനുശേഷം പറയുകയാണ്, ഇനി ഈ 7 ഋഷികൾ ഇരിക്കുന്നുണ്ടല്ലോ, അവരെ 7 ഇന്ദ്രിയങ്ങളായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ പറഞ്ഞ കാര്യമാണ് വീണ്ടും പറയുന്നത്. പ്രാണാവൈ യശഃ വിശ്വരൂപം പ്രാണാൻ ഏതത് ആഹാ തസ്യാസദ ഋഷയഃ സപ്തതീരേ ഇതി. ഒന്നുകൂടെ പറയാം. പ്രാണാവൈ യശഃ വിശ്വരൂപം പ്രാണാൻ ഏതത് ആഹാ തസ്യാസദ ഋഷയഃ സപ്തതീരേ ഇതി. അതായത് നമ്മളെ ഒരു തലക്കിട്ട് ഒരു കൊട്ട് തരികയാണ് യാജ്ഞവൽക്യ മഹർഷി. നിങ്ങൾ ഈ യശസ്സിൻ്റെ ഒന്നും പുറകെ പോകരുത്, പ്രാണനാണ് ഏറ്റവും വലിയ യശസ്. അപ്പോൾ ഇവിടെ പ്രാണൻ എന്തായിരിക്കും? പരമാത്മാ. പരമാത്മാവാണ് ഏറ്റവും വലിയ കീർത്തിമാൻ. ആ കീർത്തിയുടെ പുറകെ പോകണം. അല്ലാണ്ട് സോമയാഗത്തിൽ കിട്ടുന്ന പശു, ബഹുപുത്ര ലാഭം, ദീർഘായു ഇത്യാദി യശസ്സിൻ്റെ ഒന്നും പുറകെ പോകേണ്ട മക്കളെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രാണാവൈ യശഃ എന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ട് ചെയ്യാനും പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ അന്നത്തെ കാലത്ത് ഇതിന് പ്രാധാന്യം, കർമ്മകാണ്ഡികളുടെ എണ്ണം വളരെ കൂടുതലായിരുന്ന കാലഘട്ടത്താണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു പ്രാണാവൈ യശഃ, അതാണ് ഏറ്റവും വലിയ യശസ്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആ പ്രാണാത് ഏതത്താഹ, ആ പരമാത്മാ ധ്യാനം നിങ്ങൾ ആ ഉപാസന ചെയ്യൂ. എന്നിട്ട് വീണ്ടും മടങ്ങി വരുന്നു. ഒന്ന് നമ്മുടെ വഴി തിരിച്ചു വിട്ടിട്ട് വീണ്ടും സോമയാഗ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്താണ്? തസ്യാസദ ഋഷയഃ സപ്തതീരേ ഇതി. അതായത് ഈ സോമയാഗത്തിന് ചുറ്റും തീരം എന്ന് വെച്ചാൽ അതിൻ്റെ 4 ദിക്കിലും ആരിയ്ക്കുന്നു? സപ്ത ഋഷയഃ, ഈ 7 ഋഷികൾ. നമ്മൾ മുമ്പേ പറഞ്ഞ ആ പേരോട് കൂടിയ 7 ഋഷികളും 7 ഇന്ദ്രിയങ്ങളെ ജയിക്കുവാനായിട്ട് 7 ഋഷികളും വാഗ്ദേവതയായി അഷ്ടമിയായിക്കൊണ്ട് വാഗ്ദേവതയെയും വാഗേന്ദ്രിയത്തിനെ ജയിക്കുവാനായിട്ട് വാഗ്ദേവതയെയും അവിടെ സങ്കല്പിച്ചു പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നിട്ട് പറയുന്നു. അതാണ് അടുത്തത് പറയുന്നത്. പ്രാണാവാ ഋഷയഃ പ്രാണാനേതത്താഹ. പറഞ്ഞത് തന്നെ പറഞ്ഞു. ഈ വാഗ് അഷ്ടം, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഋഷികളൊക്കെ പ്രാണനാണെന്ന്, പരമാത്മാ സാന്നിധ്യമുണ്ടെന്ന് അവരെയൊക്കെ സങ്കല്പിക്കുക. അതിനുശേഷം എന്താ? വാഗ് അഷ്ടമി ബ്രഹ്മണ സംവിധാന ഇതി. വാഗ് ഏത്? അഷ്ടമി ബ്രഹ്മണ സംവിത്തെ. അതായത് 8ാമതായി, അഷ്ടമി എന്ന് വെച്ചാൽ 8 അല്ലേ, 8ാമതായിക്കൊണ്ട് വാഗ്ദേവതയെയും അവിടെ സങ്കല്പിച്ച് ഇരുത്തുക. ഇത് ആ ഹോമകുണ്ടത്തിൽ. എന്നിട്ട് ഈ മഹാത്മാക്കളുടെ പേരാണ് അടുത്തത് പറയുന്നത്. ഇമാ ഏവ ഗോതമ ഭരദ്വാജൗ അയമേവ ഗോതമഃ അയം ഭരദ്വാജഃ. അതായത് ഈ യാഗാഗ്നിക്ക് മുന്നിലായിട്ട് ഇമായേവ, അതായത് ഈ തൊട്ടു മുമ്പ് പറഞ്ഞ ഈ സോമയാഗാഗ്നിക്ക് മുന്നിലായിട്ട് ആരാണ്? ഒരു ഭാഗത്ത്, ഒരു ദിക്കിൽ ഗോതമനും ഭരദ്വാജൻ മഹർഷിയും. ഈ ഋഗ്വേദത്തിൽ ഗൗതമൻ എന്നാ പറയാ കേട്ടോ. ഇവിടെ വന്നപ്പം യാജ്ഞവൽക്യ മഹർഷി ഗോതമൻ എന്ന് പറയുന്നു. എന്താണെന്ന് അറിയില്ല. ഞാൻ ബൃഹദാരണ്യ ഉപനിഷത്ത് പലയിടത്തും നോക്കി, ഗീതാപ്രസിൻ്റെ പുസ്തകം നോക്കി, കൈലാസാശ്രമത്തിൻ്റെ പുസ്തകം നോക്കി, അവിടെയൊക്കെ ഗോതമൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഋഗ്വേദത്തിൽ ഗൗതമ മഹർഷി എന്ന് പറഞ്ഞു.
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മളത് അത്രയും പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഗൗതമൻ എന്ന് പറയുന്നു. അപ്പം ഈ യാഗാഗ്നിക്ക് മുന്നിലായിട്ട് ഒരു വശത്ത് ഗൗതമനും ഭരദ്വാജ മഹർഷി ഇരിക്കുന്നു. എന്ത്? 2 ശ്രോത്രേന്ദ്രിയങ്ങളെ സംരക്ഷിക്കാനായിട്ട്. ആ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ 2 ചെവിടിനെയും കാക്കാൻ മഹാത്മാക്കളാണ് വന്നിരിക്കുന്നത്. ആ വില നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ദിക്കിൽ ഇമാ ഏവ വിശ്വാമിത്ര ജമദഗ്നി അയമേവ വിശ്വാമിത്ര അയം ജമദഗ്നി. അപ്പം ഒരു ഭാഗത്ത് രണ്ടാമത്തെ ദിക്കിൽ ആരിയിരിക്കുന്നു? വിശ്വാമിത്ര മഹർഷിയും ജമദഗ്നി മഹർഷിയും 2 ചക്ഷുരേന്ദ്രിയത്തിനെ സംരക്ഷിക്കാനായിട്ട്, 2 കണ്ണിനെ കാക്കാനായിട്ട് ആര് വന്നിരിക്കുന്നു? വിശ്വാമിത്ര മഹർഷിയും ജമദഗ്നി മഹർഷിയും വന്നിരിക്കുകയാണ് ഈ ഹോമകുണ്ഡത്തിൻ്റെ ഒരു തീരത്തായിട്ട്. അടുത്തത് ഇമാ ഏവ വസിഷ്ഠഃ കശ്യപാഃ അയമേവ വസിഷ്ഠഃ അയം കശ്യപാഃ. അടുത്തതായിട്ട് ആരാണ്? വസിഷ്ഠ മഹർഷിയും കശ്യപ മഹർഷിയും വന്നിരിക്കുന്നു. എന്തിന്? 2 ഘ്രാണേന്ദ്രിയങ്ങളെ സംരക്ഷിക്കാനായിട്ട്, അല്ലേ? 2 ഘ്രാണേന്ദ്രിയങ്ങളെ സംരക്ഷിക്കാനായിട്ട് ആര് വന്നിരിക്കുന്നു? വസിഷ്ഠ മഹർഷിയും കശ്യപ മഹർഷിയും. അടുത്തത് വാഗ് ഏവ അത്രിഹി വാജാഹി അന്നം അത്യതേ അത്തിഹി. അതായത് അത്രി മഹർഷി രസനേന്ദ്രിയത്തിനെ സംരക്ഷിക്കാനായിട്ട് ആര് വന്നിരിക്കുന്നു? അത്രി മഹർഷി. അത്രി മഹർഷി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഒരു ദിക്കിൽ അത്രി മഹർഷി രസനേന്ദ്രിയത്തിനെ സംരക്ഷിക്കാനായിട്ട് അത്രി മഹർഷി വന്നിരിക്കുന്നു. എന്നിട്ട് അത്രി മഹർഷിക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട് എന്ന് പറയുന്നു, അന്നം അധ്യതേ അത്തിഹി. ഇദ്ദേഹത്തിന് ഒരിക്കലും അന്നത്തിന് ഒരു ക്ഷാമവും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ അത്രി മഹർഷിക്ക് മറ്റൊരു ചെല്ലപ്പേരും കൂടെ, വിളിപ്പേരും കൂടെ വന്നു. എന്താണ്? അത്തി എന്ന് ഒരു പേരും കൂടെ. അത്രയൊന്നും അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. അത്രി മഹർഷിയുടെ മറ്റൊരു നാമമാണ് അത്തി എന്നത്. വൈ നാമഹ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു നാമമാണിത്. ഏതത് അത്രിഹി ഇതി. അദ്ദേഹം അത്രി തന്നെയാണ്. അത്തി എന്നൊരു പേരും കൂടെ ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? രസനേന്ദ്രിയത്തിനെ സംരക്ഷിക്കാനായിട്ട് വന്നു. ഇനി ഈ രസനേന്ദ്രിയത്തിനോടൊപ്പം ആരും കൂടി ഉണ്ട്? തൊട്ടു മുമ്പ് പറഞ്ഞ വാഗ് അഷ്ടമി, 8ാമതായിട്ട് വാഗ്ദേവതയും കൂടെ ഇരിക്കുന്നു. വാഗേന്ദ്രിയത്തിനെ സംരക്ഷിക്കും. അപ്പം തൊട്ടു മുമ്പ് പറഞ്ഞതൊക്കെ ജ്ഞാനേന്ദ്രിയമാണ്, അല്ലേ? ശ്രോത്രം, ചക്ഷു, ഘ്രാണം, രസനം, ജ്ഞാനേന്ദ്രിയങ്ങളിൽ 4 എണ്ണവും പറഞ്ഞു. ഇനിയും വാഗേന്ദ്രിയത്തിൽ കർമ്മേന്ദ്രിയത്തിൽ 1 എണ്ണം പറഞ്ഞു. എന്ത്? വാക്ക്. ഒന്നുകൂടെ പറയാം. ജ്ഞാനേന്ദ്രിയങ്ങളിൽ 4 എണ്ണം പറഞ്ഞു. ശ്രോത്രം, ചക്ഷു, ഘ്രാണം, രസനം 4 എണ്ണം പറഞ്ഞു. കർമ്മേന്ദ്രിയത്തിൽ 1 എണ്ണം പറയുന്നുള്ളൂ, വാക്ക്. കാരണം ബാക്കി വിജയിക്കുവാൻ അവരൊന്നും അത്ര പ്രശ്നക്കാരല്ല. ഇതിനെ വിജയിച്ചാൽ ബാക്കി ഓട്ടോമാറ്റിക്കലി മറ്റവരൊക്കെ ശാന്തരായിക്കോളും. ഈ 5 പേരാണ്. ജ്ഞാനേന്ദ്രിയങ്ങളിൽ 4 എണ്ണവും കർമ്മേന്ദ്രിയത്തിലെ ഒരാളും, ആദ്യത്തെ ആളെയും വിജയിക്കുക എന്നുള്ളതാണ് പ്രയാസകരം. അതുകൊണ്ട് ഈ 5 പേരെ പറയുന്നു. ബാക്കി 5 പേര് ശാന്തരായിക്കോളും ഇവരെ വിജയിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇവരെ പ്രതിനിധികളായി 10 ഇന്ദ്രിയങ്ങളിൽ ഈ 5 പേര് പ്രതിനിധികളായി എടുത്തുന്നേ ഉള്ളൂ. കാരണം ഇവരെ വിജയിക്കുവാനാണ് പ്രയാസം. അങ്ങനെ ഇത്രയും പേരെ സംരക്ഷിക്കുവാനായിട്ട് ഈ 8 പേരിരിക്കുകയാണ് ചുറ്റും. ഈ രണ്ട് ഹൃദിക്കുകളായിട്ട് ഈ 8 പേരിയ്ക്കുന്നു. 7 പേരുടെ സാന്നിധ്യമുണ്ട് സ്ഥൂലദേഹത്തിൽ മഹർഷിമാരൊക്കെ ഇരിക്കുന്നു. പിന്നെ 8ാമതായിട്ട് വാഗ്ദേവതയും അവർ ഇരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ വിധം ആര് ഇത്രയേ ഉള്ളൂ. ഇനി സോമയാഗത്തിൻ്റെ ഒരു സ്റ്റെപ്പും പറയുന്നില്ല. ഇത് വെറും പ്രാഥമികമായത് മാത്രമാണ്. ഇനി അനേകം ദിവസങ്ങൾ, അനേകം കർമ്മങ്ങളിലൂടെയേ സോമയാഗം തീരുകയുള്ളൂ. അത് കഴിഞ്ഞ് ഇവർക്കൊക്കെ ദക്ഷിണ കൊടുക്കണം, ഇവരെയൊക്കെ പ്രീതരാക്കണം. ഇവർക്ക് വേണ്ട എല്ലാം, അന്നവും
ഭക്ഷണവും വസ്ത്രവും എല്ലാം കൊടുത്ത് ഇവരെ പ്രീതരാക്കണം. അങ്ങനെ സോമയാജി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവസാനത്തെ സ്റ്റെപ്പിലേക്ക് യാജ്ഞവൽക്യ മഹർഷി ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഡയറക്റ്റ് ഫലശ്രുതിയിലേക്ക് വരികയാണ്. സർവസ്യ അത്താ ഭവതി സർവം അസ്യ അന്നം ഭവതി യ ഏവം വേദ. എനിക്ക് നിങ്ങളോട് യ ഏവം വേദ, എനിക്ക് നിങ്ങളോട് ഇതാണ് പറയാനുള്ളത്. ആരാണോ ഈ വിധം സോമയാഗം ചെയ്യുന്നത് അവർക്ക് എന്താണ്, അവർ എല്ലാറ്റിൻ്റെയും അത്താവായി മാറുന്നു. ആരും അവർക്ക് അത്താവായിരിക്കില്ല. അതാണ് വാച്യാർത്ഥം. എഴുതിക്കോളൂ. എന്ന് വെച്ചാൽ എന്താണ്, അവർ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവരായി മാറുന്നു. അവർ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവരായി മാറുന്നു. അവർ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവരായി മാറുന്നു. അവരെ ഒരു ഇന്ദ്രിയങ്ങളാലും നിയന്ത്രിക്കാൻ സാധ്യമാവുകയുമില്ല. അവരെ ഒരു ഇന്ദ്രിയങ്ങളാലും നിയന്ത്രിക്കുവാൻ സാധ്യമാവുകയുമില്ല. അതാണ് സർവസ്യ അന്നം അത്താഭവതി എന്നുള്ള ഫലശ്രുതി. അതായത് എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിക്കാൻ സാധിക്കും. ഞാൻ പറയുന്നിടത്ത് എൻ്റെ കണ്ണ് നിൽക്കും, ഞാൻ പറയുന്നിടത്ത് എൻ്റെ വാക്ക് നിൽക്കും. അല്ലാണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അടിമയാകൂല. ഒരു കാരണവശാലും എന്ത് സാഹചര്യം വന്നാലും ആ ഒരു ഫലശ്രുതി കിട്ടും എന്ന് പറയുകയാണ്. നമോ നാരായണ. എനിക്കറിയില്ല ആരുടെയൊക്കെ തലയാണ് പുകയുന്നതെന്ന്. ഇത് ഞാൻ പറയുക, നിങ്ങൾ ശനി ഞായറും കിട്ടുമ്പോൾ ഇത് ഒന്നുകൂടെ കേട്ട് എഴുതി വെക്കുക. അല്ല ഒരു ഹോമകുണ്ഡം വരച്ച് ഇതൊക്കെ എഴുതുക. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ അതിലേക്ക് മടങ്ങി വരാം. എന്താണ്, നമ്മളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റൂല അല്ലെ, ഈ സോമയാഗം ചെയ്യാനോ ഇതൊന്നും പറ്റൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മാനസികമായ ഉപാസന നടത്തണം. എങ്ങനെ, നമ്മളുടെ മനസ്സാകുന്ന ഹോമകുണ്ഡത്തിൽ ഈ 7 മഹർഷിമാരെയും വാഗ്ദേവതയും കൊണ്ടിരുത്തുക, അവരോട് പ്രാർത്ഥിക്കുക. എന്ത് ചെയ്യണം, ശ്രോത്രേന്ദ്രിയങ്ങൾക്ക് 2 ചെവിടിനും സംരക്ഷണമായി ഗൗതമ ഭരദ്വാജ മഹർഷിമാരെ അങ്ങ് സദാ സംരക്ഷണം നൽകണേ എന്നുള്ള പ്രാർത്ഥന. അപ്പോഴത് ഉപാസനയാകും. പിന്നെ എന്താണ്, മറ്റൊരു ദിക്കിൽ എൻ്റെ ചക്ഷുരേന്ദ്രിയത്തിന്, എൻ്റെ 2 കണ്ണിനെയും എനിക്ക് എൻ്റെ കണ്ണിനെ ഒന്നും നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ 2 കണ്ണിനെയും സംരക്ഷിക്കുവാനായിട്ട് വിശ്വാമിത്ര ജമദഗ്നി മഹർഷിമാരെ ധ്യാനിക്കുക. അവരുടെ സാന്നിധ്യം സദാ ഉണ്ടായിരിക്കണേ അല്ലേ. എന്താണ് ഞാൻ കാണേണ്ടത്, സാധകനായ ഞാൻ എന്താണ് കാണേണ്ടത്, എന്താണ് കാണണ്ടാത്തത് എന്ന് നിങ്ങൾ നിയന്ത്രിച്ചോണേ. ആ ലൈസൻസ് അവർക്ക് കൊടുക്കുക. അടുത്തത് നമ്മൾക്ക് എന്താ ചെയ്യേണ്ട ഉപാസന, ഘ്രാണേന്ദ്രിയങ്ങളെ അല്ലേ. അതായത് നമ്മൾ ഈ ഘ്രാണേന്ദ്രിയം നമ്മൾ വിചാരിക്കുക നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ സുഗന്ധം ദുർഗന്ധം വരുന്നെന്ന്. പക്ഷേ ഈ ഘ്രാണേന്ദ്രിയം നമ്മൾ സുഗന്ധത്തിൻ്റെ പുറകെ പോകുമ്പോൾ മനസ്സത് സങ്കല്പിക്കും, അത് വേണം എന്നുള്ള സങ്കല്പം ഉണ്ടാകും, അതിനു വേണ്ടിയുള്ള പ്രയത്നം ഉണ്ടാകും അല്ലേ. നമ്മൾ ഈ നിരത്തുമ്പോൾ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് കേരളത്തിൽ എന്തൊക്കെ സുഗന്ധങ്ങളാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, മനസ്സ് പറയാം നല്ല സുഗന്ധം, ഇവിടെ ഒന്ന് വണ്ടി നിർത്താം അല്ലേ. പിന്നെ സങ്കല്പമായി, പിന്നെ ഇച്ഛയായി, പിന്നെ പ്രയത്നമായി, പിന്നെ കർമ്മമായി, വീണ്ടും ഇത് തുടരുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, വസിഷ്ഠ കശ്യപ മഹർഷിമാരെ നമ്മുടെ ഘ്രാണേന്ദ്രിയത്തിൽ അധിഷ്ഠാന ദേവതകളായി അവരെ വർത്തിക്കാൻ നിങ്ങൾ സംരക്ഷിച്ചോണം. ഞാൻ എന്ത് ഗന്ധത്തിനെ ഞാൻ നാസികയിലൂടെ ഉള്ളിലേക്ക് എടുക്കണം എന്ന് നിങ്ങൾ നിയന്ത്രിച്ചോണം എന്നുള്ള ആ സങ്കല്പം ഉണ്ടാകണമെങ്കിൽ അത് ഉപാസനയായി. പിന്നെ അടുത്തത് എന്താണ്, രസനേന്ദ്രിയത്തിന്, നാവിനെ നിയന്ത്രിക്കാൻ വരുണദേവത അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ധർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ എനിക്ക് സാധനയ്ക്ക് എന്താണോ അനുകൂലമായി എൻ്റെ നാവിന് വേണ്ടത് അല്ലേ, അത് എനിക്ക് നൽകണേ. അല്ലാണ്ട്
രസനേന്ദ്രിയം പറയുന്നത് പോലെ ആ രുചി ഈ രുചിയുടെ പുറകെ പോകാതിരിക്കാൻ എനിക്ക് അടിസ്ഥാന ദേവതയെ അത്രി മഹർഷി എന്നെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഉപാസനയായി. അതുപോലെ എൻ്റെ വാക്കിനെ ഞാൻ എന്തു പറയണം, ആരോട് പറയണം, എപ്പോൾ പറയണം, ഏത് സാഹചര്യത്തിൽ പറയണം, എങ്ങനെ പെരുമാറണം, അല്ലേ, എങ്ങനെ എൻ്റെ വാക്കിന് ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ എൻ്റെ വാക്കിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് വാഗ്ദേവതയെ അങ്ങ് വന്ന് എൻ്റെ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഞാൻ ആവശ്യമുള്ളപ്പോൾ ആവശ്യമില്ലാത്തത് ചിലപ്പോൾ സംസാരിക്കും, ആവശ്യമില്ലാത്ത സമയത്ത് ചിലപ്പോൾ വാക്കിൽ നിന്ന് അനാവശ്യമായ വാക്കുകൾ വന്നേക്കാം. ഇതൊക്കെ എൻ്റെ സാധനയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ട് അല്ലയോ വാഗ്ദേവതയെ അങ്ങ് ഇരുന്നു കൊണ്ട് എൻ്റെ വാക്കിലെ ഓരോ അക്ഷരത്തിനെയും ഓരോ പദത്തിനെയും ഓരോ സെൻറ്റൻസിനെയും അങ്ങ് നിയന്ത്രിച്ചോണേ എന്ന് പറഞ്ഞാൽ അത് ഉപാസനയായി. നമ്മളെ കൊണ്ട് ഇതേ പറ്റുള്ളൂ, അല്ലാണ്ട് സോമയാഗം ചെയ്യാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഈ ഉപാസന ചെയ്യണം. എങ്കിൽ എന്താണ് ഫലം? നമ്മൾക്ക് എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിക്കുവാനുള്ള ഫലം കിട്ടും. എന്തായിരുന്നു? സർവം അസ്യ അന്നം ഭവതി സർവസ്യ അത്താ ഭവതി. അവർ എല്ലാ ഇന്ദ്രിയങ്ങളെയും വിജയിക്കുന്നവരായി മാറും. അതാണ് സാധന ചതുഷ്ടയ സമ്പത്തി, അല്ലേ? സർവസ്യ അത്താ ഭവതി സർവം അസ്യ അന്നം ഭവതി എന്ന് വെച്ചാൽ എന്താണ്? പ്ലെന്റി, സാധന ചതുഷ്ടയ സമ്പത്തി ഭവതി. അതിൽ കൂടി നമുക്ക് എന്താ വേണ്ടല്ലേ? മോക്ഷമായുമില്ലേ? അപ്പം ഈ ഉപാസന നമ്മളെ സാധന ചതുഷ്ടയ സമ്പന്നരാക്കും. ഏവം വേദ, ഇതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞുകൊണ്ട് ഈ ബ്രാഹ്മണം അവസാനിക്കുകയാണ്. നമുക്ക് തിങ്കളാഴ്ച ഇതിൻ്റെ റിവിഷൻ നടത്താം. ഒന്നുമില്ല, പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ പറഞ്ഞിട്ട് പിന്നെ തിങ്കളാഴ്ച മുതൽ നമുക്ക് മൂർത്താമൂർത്ത ബ്രാഹ്മണം പഠിക്കാം. അപ്പം നാളെ ഭഗവാൻ ആദിശങ്കരാചാര്യ സ്വാമികളുടെ ജയന്തിയാണ്. അതുകൊണ്ട് നമുക്ക് പഠനമില്ല, നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ഉണ്ടാകും, അല്ലേ? അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഇതൊന്നുമില്ല. യാജ്ഞവൽക്യ മഹർഷി പ്രാധാരണത്തിൽ വെറും മന്ത്രം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത് എവിടെ നിന്നാണ് ഈ സോമയാഗ മന്ത്രം വന്നെന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷെ ഭഗവാൻ ശങ്കരാചാര്യ സ്വാമിയാ പറഞ്ഞിരിക്കുന്ന ഭാഷ്യത്തിൽ ഇത് ഋഗ്വേദത്തിൽ നിന്നാവാം, അവിടെ നിന്നാണ്. പിന്നെ ഓരോ വാക്കിനും അർത്ഥം എടുത്ത് അവസാന സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പോലും പറഞ്ഞു തന്ന അദ്ദേഹമാണ്. അപ്പം ഇത്രയും ലളിതമാക്കി നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അദ്ദേഹം നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജയന്തിയാണ് നാളെ. അപ്പോൾ സാധകരായ നമ്മൾക്ക് എന്ത് തിരിച്ച് ദക്ഷിണ കൊടുക്കാനുണ്ട്? ഒന്നുമില്ല. നമുക്ക് ഒരു സ്മരണാഞ്ജലി മാത്രമേ നടത്താനുള്ളൂ. അത് നമുക്ക് നാളെ ചെയ്യാം. നാളെ രാവിലെ അത് ചെയ്തിട്ട് തിങ്കളാഴ്ച, പിന്നെ ശനി ഞായറും അവധി, തിങ്കളാഴ്ച നമുക്ക് അഷ്ടമിയാണ്. അന്ന് നമുക്ക് തുടങ്ങാം മൂർത്താമൂർത്ത ബ്രാഹ്മണം. രാധാ അഷ്ടമിയാണ് തിങ്കളാഴ്ച. നമോ നാരായണ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോ വപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.